പലപ്പോഴും ഈ ഉറക്കക്കുറവിന് വേണ്ടി ഉറക്ക ഗുളികകൾ കഴിക്കുന്നുണ്ടല്ലോ സാറേ. ഉറക്ക ഗുളികകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും നല്ല ഉറക്കമാണ് കിട്ടുന്നത്? അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഉറക്കക്കുറവെന്ന് പറയുന്നത് മൂന്ന് വിധത്തിലാണ്. ഒന്ന്, ഉറങ്ങാൻ വളരെയധികം ബേസിക്കലി അത് രണ്ടായിരത്തിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഉറക്കക്കുറവ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു ജെറ്റ് ലാഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചൊരു അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഉറക്കമില്ല. അതൊരു അക്യൂട്ട് ഇൻസോംനിയ എന്ന് പറയും. അത് നമുക്ക് മെലറ്റോണിൻ പോലുള്ള മരുന്നുകൾ കഴിച്ചാൽ അത് ഒരാഴ്ച കൊണ്ട് അങ്ങ് റെഡിയാവും. നേരെ മറിച്ച് നമുക്ക് ചിലർക്ക് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ പിന്നെ പ്രോപ്പറായിട്ട് ഉറങ്ങലില്ല. അത് തന്നെ നമുക്ക് 3-4 തരത്തിലുണ്ട്. ഒന്ന്, കട്ടിലിൽ പോയി കിടക്കും പക്ഷേ ഉറക്കം വരത്തില്ല. 2 മണി 3 മണി ആകുമ്പോഴാണ് ഉറങ്ങുക. 10 മണിക്ക് പോയി കിടക്കുന്നു പക്ഷേ 2 മണി 3 മണി വരെ അത് ഉറങ്ങാതെ കിടക്കുന്നു. പിന്നെ വെളുപ്പിന് സ്വല്പ നേരം കിടന്ന് 6 മണി 7 മണിയാകുമ്പോൾ ഉണരുന്നു. വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 മണിക്ക് കിടക്കുന്നു, ഉടനെ ഉറങ്ങുന്നു, പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എണീക്കേണ്ടി വരുന്നു, അങ്ങ് ഉണർന്നു പോകുന്നു. മേ ബി മൂത്രം ഒഴിക്കാനായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ള. പിന്നെ മൂന്നാമതൊരു കേസ് എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറും ഉറങ്ങുന്നുണ്ട്, പക്ഷേ രാവിലെ എണ്ണീറ്റാലും ഒരു ഫ്രഷ്നെസ് തോന്നത്തില്ല, ഒരു ഉന്മേഷമില്ല. അത് മിക്കവാറും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ആയിരിക്കും. കൂർക്കം വലി ഉണർന്നവർക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ ചികിത്സ. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയും സ്നോറിങ് ആണെങ്കിൽ അതിന് നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ നമ്മളെ ഡോക്ടർമാരെ കണ്ടിട്ട് ഇതിൻ്റെ കാരണം എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. പലപ്പോഴും മൂക്കിലുള്ള തടസ്സമോ തൊണ്ടയിലുള്ള തടസ്സമോ അല്ലെങ്കിൽ ഈ ഒബീസിറ്റി ഇങ്ങനെയുള്ള കാരണങ്ങളായിരിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മാനേജ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഇപ്പം മൂക്കിൽ ദശയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും കാര്യമില്ല, നമ്മളത് റിമൂവ് ചെയ്ത് അതെല്ലാം ട്രീറ്റ് ചെയ്തേ പറ്റൂ. അല്ല ടോൺസിൽ വീർത്തിരിക്കുക. കുട്ടികളിൽ അഡിനോയിഡ് വളരെ വലിയ പ്രശ്നമാണ്. കുട്ടികളിലെ അഡിനോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് അവരുടെ തലച്ചോറ് കിട്ടേണ്ട ലെവലിലുള്ള ബുദ്ധി പോലും കിട്ടത്തില്ല, മെമ്മറി പവർ കിട്ടത്തില്ല. ഇത് പെർമനൻ്റാണ്. പല മാതാപിതാക്കളും ഇനി അടുത്ത കൊല്ലം പരീക്ഷ കഴിഞ്ഞിട്ട് വെക്കേഷൻ ആവട്ടെ എന്ന് പറയാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. ആ കുട്ടിയുടെ പെർമനൻ്റ് ആയിട്ടുള്ള മെമ്മറിയും ബുദ്ധിയൊക്കെ കുറയണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് നേരെ മറിച്ച് ഈ അക്യൂട്ട് ഇൻസോംനിയയ്ക്ക് ആണെങ്കിൽ ഇങ്ങനെയുള്ള ചില മെഡിക്കേഷൻ കൊടുത്താൽ യാതൊരു കുഴപ്പമില്ല, 1-2 ആഴ്ച കഴിച്ചാൽ മാറും. പക്ഷേ ക്രോണിക് ഇൻസോംനിയയ്ക്ക് ഈ ഉറക്ക ഗുളികകൾ കഴിവതും നല്ലതല്ല. അതിന് ചില ഏറ്റവും നല്ലത് എന്തുകൊണ്ട് ഈ ഇൻസോംനിയ വരുന്നു, പലർക്കും പല ചെറിയ ചിന്തകളായിരിക്കും. അതിന് പല മെത്തേഡുണ്ട്. അതിന് സ്ലീപ്പ് ഹൈജീൻ, അത് ഒരു വലിയ വേറൊരു ഇൻ്റർവ്യൂവിലേ നമുക്ക് പറയാൻ പറ്റൂ, കുറേ സമയം എടുക്കും.